മോഡൽ എക്സാം വരെ വളരെ ഈസി ആയിട്ടുള്ള ചോദ്യ പേപ്പർ തരികയും ആ ചോദ്യ പേപ്പറുകൾക്കെല്ലാം ആൻസർ ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ കുട്ടികളെ പറ്റിക്കുകയും ചെയ്യുന്ന നിങ്ങളുടെ ലെവല് ഞങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. പൊന്നുമക്കളെ, കഴിഞ്ഞ വർഷത്തെ വിദ്യാർത്ഥികൾക്ക് ഈ വർഷം ഞങ്ങൾ ഡിസ്കസ് ചെയ്ത് ഈ ചോദ്യങ്ങൾ കിട്ടുകൊടുത്ത് അവർ വിറയ്ക്കും. ഈ മുഴുവൻ വിദ്യാർത്ഥികളും അവരുടെ പാരൻസും എല്ലാം സ്കൂളിൽ കയറി ചെന്നുകൊണ്ട് ചോദിക്കും. ഞാൻ ദേഷ്യത്തോട് സംസാരിക്കുകയല്ല, ഫാക്റ്റാണ് പറയുന്നത്. നമ്മൾ ഇതിനാ ക്വസ്റ്റ്യൻ പേപ്പറിനെ പഠിക്കുന്നത്. PYക്ക് മാത്രം നോക്കിപ്പോയി കുറച്ച് ചോദ്യങ്ങൾ മാത്രം കാണാതെ പഠിച്ച് അത് അതുപോലെ തന്നെ എഴുതുക എന്ന സമ്പ്രദായം മാറിയെന്ന് ഈ കഴിഞ്ഞ മാർച്ച് 10 +2 കെമിസ്ട്രിയുടെ പബ്ലിക് എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോൾ ഞാനൊരു റിയാക്ഷൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ പേഴ്സണൽ ഇൻസ്റ്റാഗ്രാം പേജിലാണ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത്. അത് 1 ലക്ഷത്തോളം അടുത്ത ആളുകളാണ് ഷെയർ ചെയ്തിരിക്കുന്നത്. 1000-ലധികം കമന്റ്സും മറ്റു കാര്യങ്ങളെല്ലാം അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെ അനുകൂലിച്ചുകൊണ്ടും ഒരുപാട് ആളുകളാണ് താഴത്തെ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് വേറെ ആളുകളൊക്കെ റിയാക്ട് ചെയ്യുകയുണ്ടായി. അതിനുശേഷം നമ്മൾ നേരിടാൻ പോകുന്ന +1 വിദ്യാർത്ഥികൾ നേരിട്ട അടുത്തൊരു പ്രശ്നമാണ് +1 കെമിസ്ട്രിയുടെ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. ഇത് വളരെയധികം ഡിഫിക്കൽട്ടാണെന്നും ഇത് നമ്മളെ ചതിച്ചു എന്നുള്ള രീതിക്കുമുള്ള റിയാക്ഷൻസ് ഒക്കെയാണ് നമ്മൾക്ക് ചുറ്റുമായി നമ്മൾ കാണുന്നത്. ശരിക്കും ഈ +1 കെമിസ്ട്രിയുടെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മളെ ചതിച്ചോ? നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിക്കുക. മോഡൽ എക്സാം പോലെ തന്നെ ആയിരിക്കണം നമ്മളുടെ ഈ പബ്ലിക് എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേൺ എന്ന് വാശി പിടിക്കാൻ പാടില്ല എന്ന ഒരു പാഠം നമ്മൾ 10 തന്നെ മനസ്സിലാക്കിയില്ലേ? +2കാരുടെ കെമിസ്ട്രിയുടെ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോൾ തന്നെ നമ്മൾക്കത് മനസ്സിലായ കാര്യമല്ലേ? +2കാരുടെ കാര്യത്തിൽ നേരിടുന്ന പ്രശ്നം എന്ന് പറയുന്നത് അവർക്ക് അങ്ങനത്തെ നമ്മൾക്ക് എല്ലാവർക്കും അങ്ങനത്തെ ഒരു പ്രശ്നം ആദ്യമായി നേരിടുകയാണ്. മോഡൽ എക്സാം വരെ വളരെ ഈസി ആയിട്ടുള്ള ചോദ്യ പേപ്പർ തരികയും ആ ചോദ്യ പേപ്പറുകൾക്കെല്ലാം ആൻസർ ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ കുട്ടികളെ പറ്റിക്കുകയും ചെയ്യുന്ന, കാരണം +2 പ്രിപ്പറേഷൻ, സ്കൂൾ പ്രിപ്പറേഷൻ എല്ലാം കഴിഞ്ഞ് ബോർഡ് എക്സാമിന് തൊട്ട് മുൻപുള്ള മോഡൽ എക്സാം വരെയുള്ള ചോദ്യങ്ങളെല്ലാം അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് എല്ലാത്തിനും മാർക്ക് കിട്ടുന്നുണ്ട്. എല്ലാ മക്കളെയും ഞാൻ ഗംഭീരമായി പഠിപ്പിച്ചിട്ടുണ്ട്. എന്തൊരു കോൺഫിഡൻസ് ഉണ്ടാക്കിയിട്ട് എല്ലാ ടീച്ചേഴ്സും സേഫ് ആയിരിക്കുക. പബ്ലിക് എക്സാമിന് ചോദ്യം വരുന്ന സമയത്ത് അതിനനുസരിച്ച് നിങ്ങളെ മക്കൾ പഠിക്കാതെയാണെന്നും ഓൺലൈൻ ക്ലാസ്സുകൾ കണ്ടുകൊണ്ടിട്ടാണെന്നും പഠിക്കാത്തത് എന്നും അതുകൊണ്ടാണ് അവർക്ക് ഡിഫിക്കൽട്ടായി പോയെന്നുള്ള പഴിചാരലുമാണ് ചുറ്റും നമുക്ക് കാണപ്പെടുന്നത്. ഇതേ ചോദ്യ പേപ്പർ +2 കെമിസ്ട്രിയുടെ ഇതേ ചോദ്യ പേപ്പർ തന്നെയാണ് മോഡൽ എക്സാമിന് ഉണ്ടായിരുന്നതെങ്കിൽ ഇവർക്കൊന്നും തന്നെ ആൻസർ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ് വിദ്യാർത്ഥികൾ കടന്നു പോകുന്നതെങ്കിൽ ഈ മുഴുവൻ വിദ്യാർത്ഥികളും അവരുടെ പാരൻസും എല്ലാം സ്കൂളിൽ കയറി ചെന്നുകൊണ്ട് ചോദിക്കും, 1 വർഷത്തോളം കാലം നിങ്ങൾ പിന്നെ എന്താണ് പഠിപ്പിച്ചത്? എൻ്റെ മക്കൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നില്ല. ഇതുപോലെ തന്നെയാണ് പബ്ലിക് എക്സാം എങ്കിൽ അവർ പെട്ടുപോകുമല്ലോ. ഇനി സമയമില്ല അവർക്ക് പഠിക്കാൻ വേണ്ടി. എന്താണ് ഇതിന്റെ സൊല്യൂഷൻ എന്നുകൊണ്ട് വലിയൊരു പ്രശ്നമല്ലേ ഇവിടെ ഉണ്ടാകുക? ആ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാത്ത രീതിക്ക് വളരെ കൂളായിട്ട് മോഡൽ എക്സാം വരെയുള്ളതെല്ലാം A+B² എന്താണെന്ന് പഠിപ്പിച്ചിട്ട് എക്സാം സമയത്ത് A+B⁻10 എന്താണെന്ന് കണ്ടുപിടിക്കത്തക്ക രീതിയിലുള്ള ക്വസ്റ്റ്യൻസ്. അതിനെ പ്രതികരിച്ചുകൊണ്ടാണ് ആ +2 കെമിസ്ട്രിയുടെ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിട്ട് ഞാൻ അങ്ങനെ റിയാക്ഷൻ വീഡിയോ ഇട്ടുണ്ട്. അത് നമുക്ക് ഒട്ടും അനുകൂലിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. പക്ഷേ അതങ്ങനെ ആയിരിക്കും എന്നൊരു സൂചന നൽകിക്കൊണ്ട് തന്നെയാണ് അവിടെ ആ ക്വസ്റ്റ്യൻ പേപ്പർ വന്നത്. അതിൽ നിന്നും നമ്മൾ പാഠം ഉൾക്കൊള്ളേണ്ടതുണ്ട്. മാർച്ച് 10 ശേഷം കൃത്യം 5 ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മളുടെ മാർച്ച് 15 +1 കെമിസ്ട്രിയുടെ പബ്ലിക് എക്സാം വരുന്നത്. മോഡൽ എക്സാം പോലെ ആയിരിക്കില്ല പബ്ലിക് എക്സാം എന്നുള്ള സൂചന നമുക്ക് നേരത്തെ അറിയാം. അവർ ആദ്യം നേരിട്ട് കഴിഞ്ഞു +2 വിദ്യാർത്ഥികൾ. അതുപോലെയല്ല നമുക്ക് ഉറപ്പുണ്ട് അത് നോക്കിയിരുന്നാൽ നടക്കില്ല. ഈ 5 ദിവസം ഗംഭീരമായി പഠിക്കണമെന്ന് അല്ലേ? ചാപ്റ്റേഴ്സിന്റെ കൺസെപ്റ്റുകൾ പഠിച്ചത് മനസ്സിലാക്കുന്നതിനപ്പുറത്ത്, കാണാതെ പഠിക്കുന്നതിനപ്പുറത്ത് മനസ്സിലാക്കി പഠിച്ച ഒരാൾക്ക് മാത്രമേ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ എന്ന രീതിക്കുള്ള ചോദ്യ പേപ്പറാണ് വരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കിയതാണ് അല്ലേ? PYക്ക് മാത്രം നോക്കിപ്പോയി കുറച്ച് ചോദ്യങ്ങൾ മാത്രം കാണാതെ പഠിച്ച് അത് അതുപോലെ തന്നെ എഴുതുക എന്ന സമ്പ്രദായം മാറിയെന്ന് നമ്മൾ മനസ്സിലാക്കിയ കാര്യമാണ്. ആണോ? ആണ്. അപ്പോൾ നമുക്ക് പഠിക്കാനുള്ള ചാപ്റ്ററുകളിൽ നിന്ന് ഒരു ചോദ്യം ആൻസർ എന്ന് മാത്രമല്ലാതെ ആ ചോദ്യത്തിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു ടോപ്പിക്കിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വരാവുന്ന ചോദ്യങ്ങൾ എങ്ങനെയൊക്കെ ആയിരിക്കും, ഏതൊക്കെ ടൈപ്പിൽ ചോദ്യങ്ങൾ വന്നാൽ എങ്ങനെയൊക്കെ ആൻസർ ചെയ്യാം എന്നുള്ള മുഴുവൻ കാര്യങ്ങൾ മനസ്സിലാക്കി വേണം പഠിക്കാൻ എന്നുള്ള ഒരു ട്രെയിനിങ് ആണ് കൃത്യം. എനിക്കുറപ്പുണ്ട്, എനിക്ക് എൻ്റെ നെഞ്ചത്ത് കൈവച്ച് എനിക്ക് പറയാൻ സാധിക്കും, ഈ കഴിഞ്ഞ 5 ദിവസവും ഞാൻ നൽകിയിട്ടുണ്ടായിരുന്നത്. ഓരോ ചാപ്റ്ററും വളരെ ഇൻഡെപ്ത് ആയിട്ട് പറഞ്ഞു കൊടുക്കുകയും എല്ലാ ടോപ്പിക്കും വളരെ വൃത്തിയായിട്ട് മനസ്സിലാക്കി കൊടുക്കുകയും ഓർഗാനിക് കെമിസ്ട്രിയിൽ നിന്ന് ഏത് ടൈപ്പ് ചോദ്യങ്ങൾ വന്നാലും എങ്ങനെയൊക്കെ ആൻസർ ചെയ്യണം, ഈ ചോദ്യം വന്നാൽ ഇത് ചെയ്യൂ എന്ന് മാത്രമല്ല, ഇതുപോലെ ഏത് ചോദ്യം വന്നാലും എങ്ങനെ ആൻസർ ചെയ്യണം എന്ന് പറഞ്ഞ കൃത്യമായിട്ടുള്ള ഐഡിയ ആണ് മനസ്സിലാക്കി നിങ്ങൾക്ക് തന്നത്. ന്യൂമറിക്കൽ പ്രോബ്ലംസും അതേപോലെ തന്നെ ഞാൻ PYക്കുന്നുള്ള ന്യൂമറിക്കൽ പ്രോബ്ലംസും മാക്സിമം കുറച്ചുകൊണ്ട് NCERT ഓറിയന്റഡ് ആയിട്ടുള്ള ഇതുവരെ ചോദിക്കാത്ത പല ചോദ്യങ്ങളുമൊക്കെയാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നത്. ഞാനിവിടെ പറഞ്ഞ ലൈവുകളിൽ, ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പറഞ്ഞിരിക്കുന്ന ലൈവുകളിലുള്ള ചോദ്യങ്ങളൊക്കെ അതുപോലെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാം. ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയാത്ത ചോദ്യങ്ങളൊക്കെ കണ്ടപ്പോൾ നിങ്ങൾ പ്രതീക്ഷിച്ചു പോയ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ചോദിച്ച ചോദ്യങ്ങൾ അതുപോലെ തന്നെ വന്നിട്ടുണ്ടാകും എന്ന് വിചാരിച്ചു പോയ ചോദ്യങ്ങളൊന്നും കാണാത്തത് കൊണ്ടുള്ള ടെൻഷനാണ് മറ്റു പല ചോദ്യങ്ങൾക്കും ആൻസർ ചെയ്യാൻ പറ്റാതെ പോയത്. സർ, എക്സാമിന്റെ തലേ ദിവസങ്ങൾ അത്രയും ചോദ്യം എങ്ങനെയാണ് സർ ആൻസർ ചെയ്താൻ പറ്റുക?
സാറ് പറഞ്ഞ ചോദ്യങ്ങളൊക്കെ അതുപോലെ ഉണ്ടായിരിക്കും, പക്ഷെ ഇതൊക്കെ എനിക്ക് ഓർത്ത് വെക്കാൻ പറ്റണ്ടേ, ഇതൊക്കെ എനിക്ക് എഴുതാൻ പറ്റണ്ടേ എന്ന തോന്നലാണ് നിങ്ങൾക്കുണ്ടായിരിക്കുന്നത്. മക്കളെ, നിങ്ങളോട് അത്രയധികം സ്നേഹത്തോടു കൂടെ തന്നെയാണ് പറയുന്നത്, ഒരു അനിയൻ അനിയത്തിമാരോട് പറയുന്ന രീതിക്ക് തന്നെയാണ് പറയുന്നത്. PYQ മാത്രം നോക്കിപ്പോയിട്ട് കുറച്ച് ചോദ്യങ്ങൾ മാത്രം കാണാതെ പഠിച്ചു പോയിട്ട് എഴുതാൻ പറ്റില്ല, പാസ്സാവാൻ പോലും പറ്റില്ല എന്ന് നമ്മൾ മനസ്സിലാക്കിയതല്ലേ. നമ്മൾ ആ പാഠം ഉൾക്കൊള്ളണ്ടേ? ഇനിയും ചോദ്യ പേപ്പറിനെ പഴിച്ചുകൊണ്ട് നമ്മൾ എത്ര ദിവസമാണ് മുന്നോട്ട് പോകാൻ പോവുക? അതുകൊണ്ട് നഷ്ടമാകുന്നത് ആർക്ക് മാത്രമാണെന്ന് നിങ്ങൾ ചിന്തിക്കുക. ആർക്ക് മാത്രമാണ്? എനിക്ക് വേണമെങ്കിൽ ഈ ചോദ്യ പേപ്പർ നമ്മളെ ചതിച്ചു എന്ന് പറഞ്ഞൊരു വീഡിയോ ഇടാം, അനുകൂലിച്ചുകൊണ്ട് ആയിരക്കണക്കിന് ആളുകൾ എൻ്റെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യും, അത്രയും ആളുകൾ ഷെയർ ചെയ്യും. എന്തിനാ? വിദ്യാഭ്യാസ മന്ത്രിയുടെ അടുത്തേക്ക് ഇത് ഷെയർ ചെയ്ത് എത്തിപ്പിക്കാനോ? എത്തിയിട്ട് ഇതിൽ ഞാൻ ഒരു പാളിച്ചയും ഒരു പ്രശ്നവും ഞാൻ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്നില്ല. എവിടെയും എനിക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്നില്ല. നിങ്ങൾക്ക് തോന്നുന്ന പ്രശ്നങ്ങളൊക്കെ ഞാനൊന്ന് കാണിച്ചു തരാം. ഞാൻ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ എല്ലാ ചോദ്യവും ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ദയവേത് എന്നോട് ദേഷ്യം നിങ്ങൾക്ക് ആർക്കും തോന്നരുത്, ദയവേത് പ്ലീസ്. അതായത് നമ്മൾ എന്തിനാണ് കയ്യക്ഷരം മോശമായതിന് പേനയെ കുറ്റം പറയുന്നത്? നമ്മൾ നമ്മുടെ പാളിച്ചകൾ മനസ്സിലാക്കണ്ടേ, നമ്മുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കണ്ടേ? അത് തിരുത്തിയാൽ മാത്രമല്ലേ മക്കളെ നമുക്ക് മുന്നേറാൻ പറ്റുള്ളൂ. നമ്മൾ ഒരുപാട് കാര്യങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളേണ്ടതായിട്ടുണ്ടല്ലോ. ആ പാഠങ്ങൾ ഉൾക്കൊള്ളുകൊണ്ട് പഠിക്കേണ്ട 5 ദിവസങ്ങളാണ് പലരും വെറുതെ കളഞ്ഞിരിക്കുന്നത്. ആണോ? അവസാന ദിവസം മാത്രം നോക്കിപ്പോയാൽ, അല്ലെങ്കിൽ അവസാനം 2 ദിവസം മാത്രം നോക്കിപ്പോയാൽ, അല്ലെങ്കിൽ അവസാനത്തെ 2 ദിവസം മാത്രം ഉറക്കം ഒഴിച്ചിരുന്ന് പഠിച്ച വിദ്യാർത്ഥികളായിരിക്കും. ആ 2 ദിവസം മാത്രം ഉറക്കം ഒഴിച്ചത് മാത്രമേ നിങ്ങൾ കാണുന്നുള്ളൂ. അതിനപ്പുറത്ത് മുഴുവൻ ചാപ്റ്ററുകളും പഠിച്ച് മുഴുവൻ ടോപ്പിക്കും കൺസെപ്റ്റും മനസ്സിലാക്കിയ ഒരാൾക്ക് എല്ലാവിധ ചോദ്യങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. പരമാവധി ചോദ്യങ്ങൾ വർക്കൗട്ട് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. ആ ആളുകൾക്ക് A+ കിട്ടത്തക്ക രീതിയിലല്ലേ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടായിരിക്കേണ്ടത് എന്നുള്ളതല്ലേ വാശി. മനസ്സിലാവുന്നുണ്ടോ? അത്രയും കഷ്ടപ്പെട്ട ആളുകൾക്ക് അതിന്റെ റിസൾട്ട് ഉണ്ടാവേണ്ടേ എന്ന രീതിക്കുള്ള ചോദ്യ പേപ്പർ വരുമെന്ന് കഴിഞ്ഞ കുറേ മാസങ്ങളായി പറയുന്നു. ആണോ? നമ്മുടെ +2 ക്ലെയിംസിയുടെ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോഴും നമുക്കത് മനസ്സിലായതാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഞാൻ എൻ്റെ ഭാഗം ക്ലിയർ ചെയ്യാനോ അല്ലെങ്കിൽ എന്താ പറയുക, അത് എനിക്ക് അനുകൂലമായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് ഞാൻ പറയുന്നത് വിചാരിക്കരുത്. സത്യാവസ്ഥയാണ് ഞാനിവിടെ പറയുന്നത്. നോക്കണേ നിങ്ങൾ. ഒരുപക്ഷെ നിങ്ങൾക്ക് ദേഷ്യം തോന്നി കമന്റ് ബോക്സിലൂടെ എന്നെ ചിലപ്പോൾ ചീത്ത വിളിച്ചേക്കാം. ബട്ട് ഞാൻ അത് കാര്യമാക്കി എടുക്കുന്നില്ല. നിങ്ങളോട് സ്നേഹം കൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. ഞാൻ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഗ്രീൻ കളറിൽ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം കഴിഞ്ഞ 5 ദിവസങ്ങളിൽ നമ്മൾ പറഞ്ഞ ലൈവുകളിൽ ഉണ്ടായിരുന്ന സാധനങ്ങളാണ്. ഇതെല്ലാം ക്വസ്റ്റ്യൻ നമ്പർ അടക്കം എല്ലാം ഉണ്ട്. ഇതെല്ലാം ഈ ചോദ്യങ്ങൾ അതുപോലെ തന്നെ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. എങ്ങനെ തിരിച്ചും മറിച്ചും വന്നാൽ ആൻസർ ആണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്കസ് ചെയ്ത് അതേ ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. എന്തുകൊണ്ട്? PYQ എന്നുള്ള പരമാവധി ചോദ്യങ്ങൾ എടുത്ത് മാറ്റിയിട്ട് NCERT ഓർഡർഡ് ആയിട്ടുള്ള ചോദ്യങ്ങളും ഇതുവരെ ചോദിക്കാത്ത വേറെ ടൈപ്പ് ചോദ്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ലൈവായിരുന്നു നമ്മൾ എടുത്തു തീർത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ അതിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യണം കുറേ കാര്യങ്ങൾ. നമുക്ക് അതെന്ത് മനസ്സിലായ കാര്യം അതാണ്. ആ ചോദ്യങ്ങളൊക്കെ വാല്യൂ പോലും മാറാതെ, ഈ പ്രോബ്ലംസ് ഒക്കെ വാല്യൂ പോലും മാറാതെയാണ് വന്നിരിക്കുന്നത്. ഇവിടെയൊക്കെ നോക്കുന്നത് ഈ ചോദ്യങ്ങളൊക്കെ അതുപോലെ തന്നെയാണ്, ഡിറ്റോ ആണ് വന്നിരിക്കുന്നത്. എസിൻ്റെയും ബിൻ്റെയും ഡയഗ്രാം ഒക്കെ വരയ്ക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എവിടെയാണത്? ആ ചോദ്യങ്ങളൊക്കെ എസിൻ്റെയും ബിൻ്റെയും സ്ട്രക്ചർ വരയ്ക്കാൻ പറഞ്ഞിട്ടില്ലേ? P ഓർബിറ്റിൽ S ഓർബിറ്റിൽ അതുപോലെ തന്നെ വന്നിട്ടുണ്ട്. കുറേ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞ റിയാക്ഷൻസ് അതുപോലെ വന്നിട്ടുണ്ട്. ഇവിടെ പിന്നെ നിങ്ങൾ കുഴപ്പിച്ച കാര്യങ്ങൾ ഞാൻ യെല്ലോ കളറിൽ മാർക്ക് ചെയ്ത് എന്താണെന്ന് കൂടെ പറഞ്ഞുതരാം. ഈ യെല്ലോ കളറിൽ മാർക്ക് ചെയ്തിരിക്കുന്നത് നമ്മൾ അതെല്ലാം പഠിച്ചിട്ടുണ്ട്, മനസ്സിലാക്കി പഠിച്ച ഒരാൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളാണ്. മനസ്സിലാക്കി പഠിക്കുക, അതായത് ഞാൻ പഠിച്ച ടോപ്പിക് ഇതാണ്, ഡയറക്റ്റായി എഴുതി വെക്കുകയല്ലാതെ ആ പഠിച്ചതിൽ നിന്നുമുള്ള മനസ്സിലാക്കിയെടുത്ത കാര്യങ്ങൾ വെച്ചുകൊണ്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഈ യെല്ലോ കളറിൽ ഞാനിവിടെ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. റെഡി? ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് അതേ ചോദ്യങ്ങളാണ്. അഡീഷണൽ ആയിട്ട് ഒരു കാര്യം കൂടെ വന്നിട്ടുണ്ട്. ഓരോന്നായിട്ട് അല്ലെങ്കിൽ ഞാൻ ജനറൽ ആയിട്ട് ഒന്ന് വേഗം ഒന്ന് പറഞ്ഞു പോകാം. നിങ്ങളെ അലട്ടുന്ന പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ഇവിടെ ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങൾ നമ്മൾ പ്രതീക്ഷിച്ച രീതിക്ക് അതേ ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളല്ല, പക്ഷെ മനസ്സിലാക്കി പഠിച്ച ഒരാൾക്ക് ആൻസർ പറയാം. ഇതെന്താണ്? ഇവിടെ നിങ്ങളൊരു വലിയ പ്രശ്നം പറയുകയുണ്ടായി. ഇവിടെ എന്താണ് പ്രശ്നം? എന്താണ് വേവ് ലെങ്ത് എന്നുള്ള കാര്യം അറിയാമല്ലോ. എന്താണ് വേവ് ലെങ്ത് എന്നുള്ള കാര്യം അറിയാമല്ലോ. ഈ പോയിന്റ് നിന്നാണ് ആരംഭിക്കുന്നതെങ്കിൽ ഇതേപോലുള്ള അടുത്ത പോയിന്റ് വരെയുള്ള ഈ ഡിസ്റ്റൻസിനാണ് വേവ് ലെങ്ത് എന്ന് പറയുന്നത്. ഈ പോയിന്റിൽ നിന്ന് ആരംഭിക്കുകയാണെങ്കിൽ ഇതേപോലുള്ള അടുത്ത പോയിന്റ് വരെയുള്ള വേവ് ലെങ്ത് എന്ന് പറയുന്നത്. നോക്കുക, ഒരു വേവിന്റെ ലെങ്ത് ആണ് വേവ് ലെങ്ത്. ഇവിടെ മുതൽ ഇവിടം വരെയുള്ളതാണ് ഒരു വേവ് ലെങ്ത് എന്ന് പറയുന്നത്. ഇതിന്റെ 1/4 വാല്യൂ ആണ് ഇവിടെ തന്നിരിക്കുന്നത്, 2.16 PM. ഇതിന്റെ 1/4. അപ്പൊ ഇതേ വാല്യൂ തന്നെയല്ലേ, ഇതേ വാല്യൂ അല്ലേ ഇവിടെ ഉണ്ടായിരിക്കുക, അതേ വാല്യൂ ഇവിടെ ഉണ്ടായിരിക്കുക. ഈ നമ്പറിന്റെ 4 മടങ്ങാണ് വേവ് ലെങ്ത് എന്നറിയാൻ എന്താണ് ഇപ്പോൾ പ്രശ്നം? എന്താണ് ഇവിടുത്തെ പ്രശ്നം? അത് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് പഠിക്കാത്തതുകൊണ്ട് വേവ് ലെങ്ത് എന്താണെന്ന് പഠിച്ചു സാർ. ബാക്കി എന്താ? വേവ് ലെങ്ത് എന്താണെന്ന് അറിയുന്ന ആൾക്കല്ലേ അത് ആൻസർ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. റെഡി? അതുപോലെ നിങ്ങൾ കുഴപ്പിക്കുന്ന അല്ലെങ്കിൽ ഇതാ ഇവിടെ പറയുന്ന വേറൊരു കാര്യം, ഇവിടെ തന്നിരിക്കുന്നത് പ്രൊപ്പനോണും പ്രൊപ്പനാളുമാണ്. ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്, O എന്ന് പറയുന്ന ഓക്സിയും OH എന്ന് പറയുന്ന ആൽക്കഹോളും, കീറ്റോണും ആൽഡിഹൈഡും അതേപോലെ തന്നെ
COO എന്ന് പറയുന്ന എസ്റ്ററും COOH എന്ന് പറയുന്ന കാർബോക്സിലിക് ആസിഡും ഇവരൊക്കെയാണ് എന്ത് കാണിക്കുന്നത്? ഫങ്ഷണൽ ഗ്രൂപ്പ് ഐസോമെറിസം കാണിക്കുന്നത്. ഇവരൊക്കെ എന്ത് കാണിക്കുന്നു? ഫങ്ഷണൽ ഗ്രൂപ്പ് ഐസോമെറിസം കാണിക്കുന്നു എന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. അത് എഴുതാൻ പറ്റും. അതിനോടൊപ്പം തന്നെ ഈ റിയാക്ഷൻ ഇതുപോലെ പറഞ്ഞിട്ടുണ്ട്. സാർ വെറും 2 മാർക്കിന്റെ ചോദ്യത്തിന് എന്താണ് സാർ 4 കാര്യങ്ങൾ അല്ലേ? ഈ ഓരോന്നിൻ്റെയും നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കണം, ഓരോന്നിൻ്റെയും മൊളാരിറ്റി കണ്ടുപിടിക്കണം. മക്കളെ ചിന്തിക്കുക, 2 മാർക്കേ ഉള്ളൂ, അതിന് ഒരുപാട് സമയം ചെലവഴിക്കേണ്ടി വരില്ല എന്നുള്ളത്. ഇതിൻ്റെ ഓരോന്നിൻ്റെയും മൊളാരിറ്റി കണ്ടുപിടിക്കണമെന്ന് ആരാണ് പറഞ്ഞത്? അവിടെ ചോദിച്ചിട്ടുണ്ടോ? ഇല്ല. മൊളാരിറ്റി ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? ചിന്തിച്ച് ആൻസർ പറയുകയല്ലേ നമുക്ക് വേണ്ടുള്ളൂ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സൊല്യൂഷൻ ഹാവ് ദ സെയിം കോൺസെൻട്രേഷൻ? ഓരോന്നിനും മിനിമം ഒരു മിനിറ്റ് കൊടുക്കുകയാണെങ്കിൽ 4 എണ്ണം ചെയ്യാൻ 4 മിനിറ്റ് മിനിമം അവിടെ പോവില്ലേ 2 മാർക്കിന് വേണ്ടി എന്നതല്ലേ നിങ്ങളുടെ പ്രശ്നം? നോക്ക്, NaOH എന്ന് പറഞ്ഞാൽ 40 ഗ്രാമാണ് എന്നും അത് 20 ഗ്രാമാണ് എടുത്തിരിക്കുന്നത് അല്ലേ? 40 ഗ്രാമാണ് മോളാർ മാസ് എന്ന് പറയുന്നത്. വളരെ ശ്രദ്ധിക്കും. ഇത് 2 മില്ലി ലിറ്റർ ആണ്, 200 മില്ലി ലിറ്റർ ആണ്, ഇത് 200 മില്ലി ലിറ്റർ ആണ്, ഇത് 200 മില്ലി ലിറ്റർ ആണ്. ഇവിടെ ഉള്ളവരുടെയൊക്കെ വോള്യം സെയിം അല്ലേ? എങ്കിൽ അവരുടെ നമ്പർ ഓഫ് മോൾസ് സെയിം ആണെങ്കിൽ കോൺസെൻട്രേഷൻ സെയിം ആയിരിക്കില്ലേ? ആ ചിന്ത പോരെ. വോള്യം സെയിം ആണെങ്കിൽ അവരുടെ നമ്പർ ഓഫ് മോൾസ് സെയിം ആണെങ്കിൽ അത് കോൺസെൻട്രേഷൻ സെയിം ആയിരിക്കും. ഇവിടെ നോക്കുക, NaOH എന്ന് പറയുന്നത് 40 ഗ്രാമാണ്, 20 ഗ്രാമാണ് എടുത്തിരിക്കുന്നത്. മോളാർ മാസ് 40 ഗ്രാം, എടുത്തിരിക്കുന്നത് 20 ഗ്രാം. ഗിവൺ മാസ് 20, ഇവിടെ മോളാർ മാസ് എത്രയാണ്? പകുതിയല്ലേ എടുത്തിട്ടുള്ളൂ. അതായത് പകുതി മോളല്ലേ എടുത്തിട്ടുള്ളൂ, 0.5 മോളല്ലേ എടുത്തിട്ടുള്ളൂ. NaOH 0.5 മോളാണ്, KCl 0.5 മോളാണ്. നോക്ക്, 200 ml 0.5 മോൾ NaOH, 200 ml 0.5 KCl. ഇത് രണ്ടുമല്ലേ കോൺസെൻട്രേഷൻ സെയിം ആയിട്ടുള്ള ആളുകൾ? ഉറപ്പായും 200 ml 20 ഗ്രാം KOH വരുന്നതായിരിക്കില്ല. കാരണം 200 ml 20 ഗ്രാം NaOH, 200 മില്ലി ലിറ്ററിൽ 20 ഗ്രാം KOH. ഇത് ഒരിക്കലും തന്നെ എന്താവില്ല? സെയിം ആവില്ല. ഇതൊരിക്കലും തന്നെ സെയിം കോൺസെൻട്രേഷൻ ആവില്ല. കാരണം ഇത് KOH അത് NaOH. അതേപോലെ തന്നെ 40 ഗ്രാം NaOH എന്ന് പറഞ്ഞാൽ 40 ഗ്രാം NaOH എന്ന് പറഞ്ഞത് 1 മോളല്ലേ? 100 മില്ലി ലിറ്ററിൽ 1 മോളാണ്. അപ്പോൾ 200 മില്ലിൽ 2 മോളെന്ന് വരും. അപ്പോൾ ഇതൊരിക്കലും ഇതൊന്നും സെയിം അല്ല. ആകെ 2 ആൾക്കാർ മാത്രം സെയിം. ഈ ചിന്ത മതി, വെറും 30 സെക്കൻഡ്. ഈ ചിന്ത മതി. ഞാൻ മനസ്സിലാക്കി തരാൻ സമയമെടുത്തെങ്കിലും ഇത് ചെയ്യാൻ 30 സെക്കൻഡ് മതി. എന്തിനാ 4 മിനിറ്റ്? ഇവിടെ മൊളാരിറ്റി കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഞാൻ ദേഷ്യത്തോട് സംസാരിക്കുകയല്ല, ഫാക്റ്റാണ് പറയുന്നത്. നമ്മൾ ഇതിനാ ക്വസ്റ്റ്യൻ പേപ്പറിനെ പഠിക്കുന്നത്. ഇത് നിങ്ങളുടെ ടെക്സ്റ്റിലുള്ള അതേ ഡയഗ്രാം അല്ലേ? ഇവിടെയുള്ള ഈ പ്രശ്നമാണെന്നുള്ള കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസർ എഴുതാവുന്നല്ലേ ഉള്ളൂ. പിന്നെ നിങ്ങൾ ഇത് കണ്ടിട്ടില്ലേ? 2s 2p 2d 3f ഇതിലേക്ക് ഏതാണ് പോസിബിൾ അല്ലാത്തതെന്നുള്ള അറിയില്ലേ? നിങ്ങൾക്കിവിടെ n=2 എന്ന് പറഞ്ഞാൽ ഇത് സ്കൂളാണ് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളത്. n=2 എന്ന് പറഞ്ഞാൽ 2ാമത്തെ സ്കൂൾ, 2 എന്ന നമ്പറുള്ള സ്കൂളിൽ അതിൽ 2 ക്ലാസ് റൂമേ ഉള്ളൂ. അത് 0ഉം 1ഉമാണ്. അതിനകത്തുള്ള ബെഞ്ചുകളുടെ എണ്ണം 0ഉം 1 എന്ന ക്ലാസ് റൂമിലെ ബെഞ്ചുകളുടെ എണ്ണം -1ഉം 0ഉം 1ഉമാണ് എന്നുള്ളത്. അത് കൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കാൻ വേണ്ടി പറഞ്ഞു തന്ന എക്സാമ്പിൾ അല്ലേ? ഈ റിയാക്ഷൻ ഡയറക്റ്റായി ചോദിച്ചിരിക്കും, നിങ്ങൾക്ക് എഴുതാൻ പറ്റില്ലേ? പ്രൊപ്പീൻ ഓസോണോൾസ് നടത്താൽ എന്താ കിട്ടുമെന്നുള്ളത് വളരെ ഈസി ആയിട്ട് ഡയറക്റ്റായിട്ട് എഴുതാൻ പറ്റുന്ന കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടില്ലല്ലേ? ഇതല്ലേ പ്രൊപ്പീൻ എന്ന് പറയുന്നത്? ഈ ഡബിൾ ബോണ്ടിനെ ബ്രേക്ക് ചെയ്യുക, ഇവിടെ ഒരു ഓക്സിജൻ അവിടെ ഒരു ഓക്സിജൻ ഇട്ട് കൊടുത്ത പരിപാടി കഴിഞ്ഞില്ലേ? പ്രൊഡക്റ്റ് തന്നാൽ പ്രൊപ്പീൻ ആൽക്കിനെ കണ്ടുപിടിക്കാനുള്ള ഐഡിയയും മനസ്സിലാക്കി തന്നിട്ടുള്ളതല്ലേ? ഇത് അവസാനത്തെ ബേജാറിൽ അവസാനത്തെ ലൈവുകൾ മാത്രം പഠിച്ചെന്തെങ്കിലും കാണിച്ചു കൂട്ടാൻ അങ്ങനെ അതാണ് പ്രശ്നം. അത് നമ്മുടെ പ്രശ്നമാണ്. മനസ്സിലാക്കുക, നമ്മുടെ പ്രശ്നമാണ്. ഈ ചോദ്യ പേപ്പറിൽ നമുക്ക് പഠിക്കാൻ സമയമുണ്ടായിട്ടും ഇങ്ങനെയാണ് ചോദ്യപേപ്പർ വരിക എന്ന് മനസ്സിലായിട്ടും, എങ്ങനെ മനസ്സിലായി? +2കാരുടെ ചോദ്യപേപ്പറിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയെടുത്തു. അല്ലാതെ നമ്മളുടെ മോഡൽ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിട്ടല്ല നമ്മൾ മനസ്സിലാക്കിയത്. റെഡി? നമ്മളിത് മനസ്സിലാക്കി. ഈ റിയാക്ഷൻ നമുക്ക് എഴുതേണ്ട, ഈ കെമിക്കൽ റിയാക്ഷൻ എന്ത് ചെയ്യുക? ബാലൻസ് ചെയ്യുക. അത് ഏത് മെത്തേഡ് എന്ന് പോലും പറഞ്ഞിട്ടില്ല. ഓക്സിഡേഷൻ നമ്പർ മെത്തേഡോ ഹാഫ് റിയാക്ഷൻ മെത്തേഡോ ഏത് മെത്തേഡ് വെച്ച് നമുക്ക് ചെയ്യാവുന്നതാണ്. ഈ റിയാക്ഷന്റെ കേസ് കണ്ടുപിടിക്കാനുള്ള പ്രോബ്ലമാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇവിടെ പക്ഷേ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഗിബ്സ് ഫ്രീ എനർജിയാണ്. ഗിബ്സ് ഫ്രീ എനർജി ചോദിച്ചിരിക്കുന്നു. ഗിബ്സ് ഫ്രീ എനർജി എന്ന് പറഞ്ഞാൽ ΔG = -2.303 RT log KC ആണ്. KP തന്നിരിക്കുന്നു, അതിൽ നിന്ന് KC കണ്ടുപിടിക്കുക, അതിൽ നിന്ന് ΔG കണ്ടുപിടിക്കുക. മനസ്സിലായോ? അങ്ങനെയാണ് വരുന്നത്. അത് മനസ്സിലാക്കിയാൽ മതി. എങ്ങനെയാണ് KPയിൽ നിന്ന് അത് കണ്ടുപിടിക്കുക എന്നുള്ള തോന്നൽ വരും. KPയിൽ നിന്ന് KC കണ്ടുപിടിക്കുക, KCയിൽ നിന്ന് ΔG കണ്ടുപിടിക്കുക. അങ്ങനെയാണ് നമ്മൾ പോവേണ്ടത്. ഇത് നമുക്ക് ന്യൂമാൻ പ്രൊജക്ഷൻ വരച്ചിട്ടില്ലല്ലോ നമ്മൾ. അതും ഏതിൻ്റെയാണ്? ഈതേൻ്റെയാണ്. അത് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ് ഈതേൻ എന്ന് പറയുന്നത്. പ്രൊപ്പേൻ്റെ ആണെങ്കിൽ പോലും എങ്ങനെ വരക്കണം എന്നുള്ളത് നമ്മൾ പഠിച്ച് സെറ്റാക്കിയിട്ടുള്ള കാര്യമാണ്. റിയാക്ഷൻസ് ഡയറക്റ്റായിട്ട് ചോദിക്കുന്നത്, ഡബിൾ ബോണ്ട് അപ്പുറത്ത് ആളുകൾ വരിക, അത് നിങ്ങൾക്ക് എഴുതാൻ പറ്റില്ലേ? ഇത് നമ്മൾ ഹൈസൻബർഗ് അൺസർട്ടൻ പ്രിൻസിപ്പിൾ സ്റ്റേറ്റ്മെന്റ് ചോദിക്കുമെന്നും അതിനോടൊപ്പം തന്നെ ഹൈസൻബർഗ് അൺസർട്ടൻ പ്രിൻസിപ്പിൾ വെച്ചുകൊണ്ട് നമ്മൾ വളരെ ഈസി ആയിട്ട് പ്രോബ്ലം ചെയ്തിരുന്നു. ഇത് അതേ പ്രോബ്ലമാണ്, അതേ വാല്യൂസ് ഒന്നും മാറ്റാതെ അതേ പ്രോബ്ലമാണ് നമ്മൾ ചെയ്തത്. റെഡി? ഈ പ്രോബ്ലംസ് പലതും നമ്മൾ മോഡൽ എക്സാം സമയത്ത് ഡിസ്കസ് ചെയ്തിട്ടില്ല. ഈ പല ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ല.
ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് വരാൻ പോവുക എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ടാണ് ഇങ്ങനെ പല ചോദ്യങ്ങളും നമ്മൾ മോഡൽ എക്സാമിന് ശേഷം ഉള്ള 10-ാം തീയതിക്ക് ശേഷമുള്ള ലൈവുകളിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് അല്ലേ. ആ 5 ദിവസം മാത്രം മതിയായിരുന്നു. ചാപ്റ്ററുകൾ നല്ലപോലെ മനസ്സിലാക്കിയ ഒരാൾക്ക് 5 ദിവസം മാത്രം മതി ഫുൾ മാർക്ക് മേടിക്കാം. എവിടെയെങ്കിലും എന്തെങ്കിലും പ്രശ്നം കാരണം 1/2 മാർക്കോ 1 മാർക്കോ പോയിട്ടുണ്ടായിരിക്കാം. A+ 90% മുകളിൽ നിങ്ങൾക്ക് എല്ലാവർക്കും മാർക്ക് ലഭിക്കുക തന്നെ ചെയ്യും. അത് സെറ്റായിട്ടുള്ള ആളുകൾക്ക്. റെഡി? എങ്കിൽ പോലും ചോദ്യം കണ്ട് പതറിയ ആളുകൾക്കാണ് കുറച്ച് മാർക്കുകൾ കുറഞ്ഞിട്ടുണ്ടായിരിക്കുക. നമ്മൾ അതിനെന്തിനാണ് ക്വസ്റ്റ്യൻ പേപ്പറിനെ പഴിചാരുന്നത്? ഇങ്ങനെ നമ്മൾ ഇത് സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട് ഇതടക്കം ഞാൻ ഓർഗാനിക് കെമിസ്ട്രി ഇതേ സംഭവം കോളം വെച്ചുകൊണ്ട് വൃത്തിയായിട്ട് കാണാതെ പഠിക്കാനുള്ള കൃത്യമായിട്ട് കാണാതെ പഠിക്കാൻ വളരെ ട്രിക്കി ആയിട്ട് ഓർത്ത് വെക്കാനുള്ള കാര്യമല്ല. FeSO4 H2SO4 HNO3 AgNO3 സോഡിയം നൈട്രോപ്രസൈഡ് കളർ ചേഞ്ച് അടക്കം കാര്യങ്ങളൊക്കെ പറയുന്നത് സെറ്റായിട്ടുള്ള ബോക്സ് കംപ്ലീറ്റ് ആയി വരച്ചു കൊടുക്കാനുള്ള ഐഡിയ നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നില്ലേ? ഞാൻ എന്തോ വലിയ സംഭവം ചെയ്തു എന്നല്ല ഞാൻ നിങ്ങളോട് പറയുന്നത്. ഞാൻ കൃത്യമായിട്ട് പബ്ലിക് എക്സാം +2 പബ്ലിക് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ മനസ്സിലാക്കി അതുപോലെ ആയിരിക്കും ഇനി വരാൻ സാധ്യതയെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളെ പഠിപ്പിക്കാൻ ഞാൻ പ്രിപ്പയർഡ് ആയിട്ട് വന്നു. പക്ഷെ നിങ്ങൾ പലരും അത് പ്രിപ്പയർഡ് ആയിരുന്നില്ല. എന്താ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ മാറി നമുക്കിനിയും എന്താണ് ചതിച്ചു എന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ശിവൻകുട്ടി MLAക്ക് വീഡിയോസ് ഷെയർ ചെയ്തിട്ടോ എവിടേക്കാണ് നമ്മൾ രക്ഷപ്പെടുന്നത്? നമ്മൾ നമ്മുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുക, തിരുത്താൻ സമയം കിട്ടിയത് നമ്മൾ എന്തുകൊണ്ട് ചെയ്തില്ല എന്നുള്ളത് മനസ്സിലാക്കുക, നമ്മുടെ ഫെയിലിയർ നമ്മൾ മനസ്സിലാക്കുക, നമ്മുടെ ഫോൾട്ട് നമ്മൾ മനസ്സിലാക്കുക. ഇനി അടുത്ത എക്സാമിൽ ഇത് റിപ്പീറ്റ് ചെയ്യാതിരിക്കാനുള്ള ശ്രമങ്ങൾ നമ്മൾ നടത്തുക. മുഴുവൻ കുറ്റം നമ്മളെ തലയിലെടുത്ത് വെക്കണം എന്നല്ല പറയുന്നത്. നമ്മൾ ചെയ്യേണ്ട വർക്ക് നമ്മൾ ചെയ്യുക. അത് അവസാന ദിവസങ്ങളിലല്ല. മനസ്സിലാക്കുക, അവസാനത്തെ 2 ദിവസം ഞാൻ ഉറക്കം പൊഴിച്ച് പഠിച്ചു സാർ, ഒരു കാര്യം ഉണ്ടായില്ല എന്ന് വിചാരിക്കുന്നുണ്ടായിരിക്കാം നിങ്ങൾ. എന്തിന് അതിന് മുൻപുള്ള ദിവസങ്ങളിൽ ചാപ്റ്റേഴ്സ് ഒക്കെ സെറ്റാക്കി വെക്കാം. നമുക്ക് മോഡൽ എക്സാം സമയത്ത് സെറ്റാക്കി വെക്കാം. അതിന് മുൻപുള്ള ദിവസങ്ങളിലോ ക്രിസ്മസ് എക്സാമിനൊക്കെ സമയമുണ്ടല്ലോ നമുക്ക്. ഈ ഒരു പ്രശ്നം ഇനിയുള്ള സബ്ജക്റ്റുകളിൽ ആവർത്തിക്കാതിരിക്കുക. ഇതൊരിക്കലും തന്നെ +2 നിങ്ങൾ ആവർത്തിക്കാതിരിക്കുക. നിങ്ങളോടൊപ്പം ഞങ്ങൾ എല്ലാവരും ഉണ്ടായിരിക്കും, മുഴുവൻ ടീം ഉണ്ടായിരിക്കും. അതിനനുസരിച്ച് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ ലെവൽ ഞങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. പൊന്നുമക്കളെ, കഴിഞ്ഞ വർഷത്തെ വിദ്യാർത്ഥികൾക്ക് ഈ വർഷം ഞങ്ങൾ ഡിസ്കസ് ചെയ്ത് ഈ ചോദ്യങ്ങൾ കിട്ടുകൊടുത്ത് അവർ വിറയ്ക്കും. അവരെ കൊണ്ട് പറ്റത്തില്ല. പക്ഷെ നിങ്ങൾ അങ്ങനെയല്ല. സാർ ഇനിയും ക്വസ്റ്റ്യൻ വേണം എന്ന് പറയുന്നത്. ആ പറയുന്ന ആളുകളും നിന്നോടൊപ്പം പഠിക്കുന്ന ആളുകളാണ്. നീ ഓർക്കണം, അവരെ കൊണ്ട് പറ്റുന്നുണ്ടെങ്കിൽ നിന്നെ കൊണ്ട് പറ്റുമെന്ന് പറയാൻ കാരണം നീ +1 ജോയിൻ ചെയ്ത സമയത്തുണ്ടായിരുന്ന നീയല്ല ഇപ്പോഴുള്ളത്. എത്രത്തോളം നീ മാറിക്കുന്ന മനസ്സിലാക്കുക. 1ാമത്തെ ചാപ്റ്റർ നീ പഠിക്കുന്ന സമയത്ത് ഏത് സമയത്താണാവോ +1 സയൻസ് എടുത്തത് എന്ന് ചിന്തിച്ച് പേടിച്ച് വിറച്ചിരുന്ന നീ ഓർഗാനിക് കെമിസ്ട്രിയിൽ അവസാനത്തെ ഹൈഡ്രോ കാർബൺസ് വരെ എത്തിയപ്പോൾ തെർമോഡൈനാമിക്സ് ഇക്ലിബ്രിയൊക്കെ പഠിച്ച് പതുക്കെ ലെവൽ കൂടി വന്നിരിക്കുകയാണ് നീ. എനിക്കുറപ്പുണ്ട് കഴിഞ്ഞ വർഷത്തെ ടോപ്പായിരുന്ന വിദ്യാർത്ഥിയേക്കാൾ അടിപൊളിയാണ് നിങ്ങളെല്ലാവരും. എല്ലാവരെ കൊണ്ടും ഇനിയുള്ള സബ്ജക്റ്റുകളും ഇത് കൃത്യമായി മനസ്സിലാക്കിയിട്ട് ഇനിയുള്ള ദിവസം കൃത്യമായി വിനിയോഗിച്ചാൽ മുഴുവൻ മാർക്കും നിങ്ങൾക്ക് എത്താൻ പറ്റും. വിശ്വാസം വരുന്നില്ലെങ്കിൽ കുറയ്ക്കാം. 90% മാർക്കിന് മുകളിൽ നിങ്ങൾക്ക് എല്ലാവർക്കും കൊണ്ട് നേടാൻ പറ്റും. ഓക്കെയാണ്. ഇംപ്രൂവ്മെന്റ് എക്സാം എഴുതുക എന്ന് പറയുന്നത് മാറ്റി മാക്സിമം ഇപ്പോൾ തന്നെ നമ്മൾ തിരിച്ചു പിടിക്കുക. കാരണം ഇനി നിങ്ങളുടെ ഇംപ്രൂവ്മെന്റ് എക്സാമും +2 ബോർഡ് എക്സാമും ഒരേ സമയങ്ങളിലാണ് വരാൻ പോകുന്നത്. ഇതേ പെർഫോമൻസ് ആ സമയത്ത് കാഴ്ചവെക്കാൻ പറ്റിയെന്ന് വരില്ല. ദൈവം എന്നോട് ആരോട് ദേഷ്യം തോന്നരുത്. ഒരു സഹോദര സ്നേഹത്തിലാണ് ഞാൻ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞത്. താങ്ക് യു സോ മച്ച്. നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം താഴത്തെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.